ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 3 കിഴക്കമ്പലം പഞ്ചായത്തിൽ വരുന്നതോടുകൂടി കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ പ്ലോട്ടുകൾക്കും അതുപോലെ പ്രോപ്പർട്ടീസും എല്ലാം വലിയ ഡിമാൻഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് ഡേ ബൈ ഡേ ഹൈക്കായിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഒരു വില്ല സ്വന്തമാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഒരു അൺബീറ്റബിൾ പ്രൈസായ 47 ലക്ഷം രൂപയിൽ മാത്രം വരുന്ന ഒരു വില്ലയുമായിട്ടാണ്, ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ലയുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. 5ഓളം വില്ലകൾ വാസ്തുശാസ്ത്രവിധി പ്രകാരം പണി കഴിപ്പിച്ചിട്ടുള്ള 5ഓളം വില്ലകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. 1450 സ്ക്വയർ ഫീറ്റ് വരുന്ന വില്ലകൾ 3 സെൻറ്റ് പ്ലോട്ടിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. സോ നമുക്കത് കണ്ടു നോക്കാം. വെൽക്കം ടു മാഞ്ഞിലൻ ഹോംസ്. കിഴക്കമ്പലം പഞ്ചായത്തിലെ പൂക്കാട്ടുപടി ചാപ്റ്റർ സ്കൂളിനോട് വളരെ അടുത്ത് വെറും 500 മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ താർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി വില്ല വരുന്നത്. അവിടെ ഒരേപോലെ പണി കഴിപ്പിച്ചിട്ടുള്ള 8 വില്ലകൾ നമുക്കിവിടെ ഉണ്ട്. 3 ഇതിൽ സോൾഡ് ഔട്ട് ആയ വില്ലകളാണ്, 5 നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ ആ ഒരു സെയിം പാറ്റേണിൽ വരുന്ന ആ ഒരു വില്ലകളായതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വീടാണ് നമ്മൾ കാണിക്കുന്നത്. സോ ഈ ഒരു വീട്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പറയുന്നത് ഇവിടെ 2 കാർ പാർക്കിംഗ് ഈ വീട് വാങ്ങിക്കുന്ന ആൾക്ക് അഡ്വാൻറ്റേജ് ആണ്. 2 കാർ പാർക്കിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇന്റേണൽ റോഡെല്ലാം നല്ല ഒരു 5 മീറ്ററോളം വൈഡ് ആയിട്ടുള്ള ഒരു വഴി, കട്ട വിരിച്ച വഴി തന്നെയാണ് എല്ലാം ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. കൂടാതെ കിണർ വെള്ളം അതുപോലെ തന്നെ മറ്റു പൈപ്പ് കണക്ഷൻ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. സോ നമുക്ക് കടന്നു വരാം വീടിൻ്റെ അകത്തെ പോർഷനിലേക്ക്. സോ നമ്മൾ കടന്നു വരുന്നത് ഈ ഒരു വീടിൻ്റെ ലിവിങ് ഏരിയ സ്പേസിലാണ് ഞാനിപ്പോൾ കടന്നു വരുന്നത്. വലിയൊരു ലിവിങ് ഏരിയ സ്പേസാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു മൾട്ടിബോർഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു TV യൂണിറ്റ് ഏരിയ പോർഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കൂടാതെ മിനിമൽ ആയിട്ടുള്ള ഒരു സീലിംഗ് വർക്കും എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. നല്ലപോലെ സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. അടുത്ത് നമ്മൾ പോകുന്ന ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ്. ചെറിയൊരു ഡൈനിങ് ഏരിയ സ്പേസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നമുക്ക് ഒരു 4, 5, 6 പേർക്കുള്ള ഇരിക്കാൻ കഴിയുന്ന ഒരു ടേബിൾ ഇടാൻ കഴിയുന്ന ഒരു സ്പേസും കാര്യങ്ങളെല്ലാം ഈ ഒരു ഡൈനിങ് ഏരിയ സ്പേസിൽ കിട്ടുന്നുണ്ട്. കൂടാതെ അതിൻ്റെ വാഷ് ഏരിയ യൂണിറ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ കിട്ടുന്നുണ്ട്. നല്ലപോലെ വലിയൊരു വാഷ് ഏരിയ യൂണിറ്റ് തന്നെയാണ് ഈ ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു കിച്ചൺ വരുന്നത്. നല്ലൊരു സ്റ്റോറേജ് സ്പേസിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു മോഡുലാർ ഡിസൈനിലുള്ള നല്ലൊരു കിച്ചൺ ഏരിയ സ്പേസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വീടിൻ്റെ ബെഡ്റൂം ഏരിയ പോർഷനിലേക്കാണ്. 3 ബെഡ്റൂമുകളുള്ള ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു സൈഡിലാണ്. സോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലാണ്. ഈ ഒരു ബെഡ്റൂമിൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ നല്ല സീലിംഗ് വർക്കുകളും അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടെയാണ് ഈ ഒരു ബെഡ്റൂം ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോകാനുള്ളത് ടോപ്പ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നമുക്കത് കണ്ടിട്ട് വരാം. സോ നമ്മൾ നെക്സ്റ്റ് കടന്നു വരുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ അപ്പർ ലിവിങ് ഏരിയ സ്പേസിലാണ്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും പിന്നെ ഒരു ബാൽക്കണി ഏരിയയും കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് ബെഡ്റൂം നമുക്ക് വരുന്നത് ഈ ഒരു സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് താഴെ കണ്ട ആ ഒരു ബെഡ്റൂമിൽ അത്ര വലിപ്പമില്ല, പക്ഷേ എന്നാൽ പോലും നമുക്ക് അവിടെ വാർഡ്രോബും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. നല്ലൊരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് ഏരിയ ഇവിടെ നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ഈ തൊട്ടടുത്തായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങളും കൂടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ ഒരു റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസാണ്. നമുക്ക് വാഷിങ്ങിന് എല്ലാം കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സ്പേസാണ്. വാട്ടർ ഫെസിലിറ്റിയും കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ സ്പേസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവസാനമായി നമ്മൾ വന്നിരിക്കുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി ഏരിയ സ്പേസിലാണ്. നല്ല ഒരു ചെറിയൊരു ബാൽക്കണി ഏരിയ സ്പേസാണ്. നമുക്കിവിടെ ഹാൻഡ് റെയിൽ നമുക്ക് ഗ്ലാസ് സ്റ്റീൽ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം ഈ ഒരു സെയിം ഡിസൈനിലുള്ള ഒരു വില്ലകളാണ് ഇവിടെ ചുറ്റും ഉള്ളത്. ഏകദേശം ഒരു 5 വില്ലകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇൻഫോ പാർക്കിൻ്റെ ഫേസ് 3 വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥലങ്ങൾക്കും വീടുകൾക്കെല്ലാം നല്ല രീതിയിൽ ഡിമാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു സ്പേസിലാണ് നിങ്ങൾക്കൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചി ടാറ്റ സ്കൂളിനോടെല്ലാം വളരെ അടുത്ത് ഒരു വീട് 1450 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വില്ല വരുന്നത്. 3 സെൻറ്റ് പ്ലോട്ടിലാണ് വരുന്നത്. എല്ലാ ഫെസിലിറ്റിയോട് കൂടിയുള്ള സെമി ഫർണിഷ്ഡ് വില്ല, 3 BHK സെമി ഫർണിഷ്ഡ് വില്ലയാണ് ഈ ഒരു വില്ല വരുന്നത്. സോ ഈ വീട് ഒന്ന് നേരിട്ട് കാണുവാനും 47 ലക്ഷം രൂപ എന്ന നെഗോഷ്യബിൾ പ്രൈസിൽ ഈ വീട് സ്വന്തമാക്കുവാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.